മഞ്ജുഷ 12 മണിക്കാണ് പൊതുദർശനം ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും പോസ്റ്റ്മോർട്ടം നടപടികൾ നേരത്തെ തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. മൃതദേഹങ്ങൾ ഇവിടെ ഈ വിദ്യാർത്ഥികൾ പഠിക്കുന്ന TD മെഡിക്കൽ കോളേജിൻ്റെ മുൻഭാഗത്തായി ക്രമീകരിച്ചു. മുൻഭാഗത്ത് ഇടനാഴിയിലായാണ് ഇവർക്ക് കാണുന്നതിന് വേണ്ടി ഉള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നത്. ഇപ്പോൾ പൊതുദർശന സമയം ഏറെക്കുറെ അവസാനിച്ചിരിക്കുന്നു. 3 മൃതദേഹങ്ങൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള മൃതദേഹങ്ങൾ ഉടൻ തന്നെ പുറത്തേക്ക് എടുക്കും. ഇപ്പോഴും നിരവധി ആളുകൾ എത്തുന്നു എന്നുള്ളതാണ്. സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ ആളുകൾ, വിദ്യാർത്ഥികൾ, ഒപ്പം തന്നെ രക്ഷകർത്താക്കൾ തുടങ്ങി ഒരുപാട് ആളുകൾ എത്തുന്നു. ആദ്യം 2 കുട്ടികൾ മൃതദേഹം എടുത്തുന്നു. അപ്പോഴും ആളുകൾ പിന്നെയും വിദ്യാർത്ഥികളടക്കം വന്നതുകൊണ്ടാണ് പിന്നെയും പൊതുദർശനം ഇപ്പോൾ നീണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 3 മൃതദേഹങ്ങൾ മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അല്പസമയം മുമ്പ് എത്തി വിദ്യാർത്ഥികൾക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചിരുന്നു. ഒപ്പം മന്ത്രി വീണ ജോർജ്, മന്ത്രി സജി ചെറിയാൻ, ഒപ്പം തന്നെ P പ്രസാദ് എന്നിവരും ഇവിടെ സ്ഥലത്തുണ്ട്. ഒപ്പം ആലപ്പുഴ ജനപ്രതിനിധികളായ ആളുകളും ഒക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിലൊരു ദാരുണമായ അപകടം ഈ 5 വിദ്യാർത്ഥികളുടെ ജീവൻ കവർന്നെടുത്തത്. ആലപ്പുഴ TD മെഡിക്കൽ കോളേജിലെ 1ാം വർഷ MBBS വിദ്യാർത്ഥികളാണ് ഇവർ. 1.5 മാസം മുമ്പ് ഈ ക്യാമ്പസിലേക്ക് എത്തിയ വിദ്യാർത്ഥികൾ ഇപ്പോൾ ഇങ്ങനെയൊരു യാത്രയപ്പ് നൽകേണ്ടി വരുന്നത് അതീവ ദുഃഖത്തോടു കൂടിയാണ് ഈ ക്യാമ്പസ് നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് TDയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാകും ഇത്രയും ഒരു ദുരന്ത സമാനമായ സാഹചര്യത്തിലൂടെ ഈ മെഡിക്കൽ കോളേജ് കടന്നു പോകുന്നത് എന്ന് തന്നെ പറയാം. പാലക്കാട് സ്വദേശി CT വത്സൻ, ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം, കണ്ണൂർ സ്വദേശി മുഹമ്മദ് അഫ്സൽ ജബ്ബാർ, ഒപ്പം കോട്ടയം സ്വദേശി ആയിഷ് ഹാജി, മലപ്പുറം സ്വദേശി ദേവാനന്ദ്, 5 മിടുക്കരായ വിദ്യാർത്ഥികളുടെ ജീവനാണ് ഇന്നലെ രാത്രി 9:30 ആലപ്പുഴ കളറുകോട് നടന്ന അപകടത്തിൽ പൊലിഞ്ഞത്. ഒപ്പം 11 വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ തന്നെ ബാക്കിയുള്ള ആളുകൾ ചേർത്തല സ്വദേശി കൃഷ്ണദേവും, കൊല്ലം ചവറ സ്വദേശി ഹസിൻ മുഹമ്മദ്, കൊല്ലം പോരുവഴി സ്വദേശി ആനന്ദ്, ഒപ്പം എറണാകുളം കണ്ണൻകുളങ്ങര സ്വദേശി ഗൗരി ശങ്കർ എന്നിവരും ചികിത്സയിലുണ്ട്. ഗൗരിയാണ് വാഹനം ഓടിച്ചിരുന്നത്. ഇടിയുടെ ആഘാതത്തിൽ ഗൗരി ഫ്രണ്ട് സീറ്റിൽ നിന്ന് തെറിച്ച് പുറത്തേക്ക് വീഴുകയായിരുന്നു. ഇടത് വശം ചേർന്ന് വന്ന വാഹനമാണ് അവിടെ വെച്ച് സ്കിഡ് ചെയ്ത് മഴയുടെ ഇടയിൽ നല്ല മഴയാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. തുടർന്ന് കുട്ടികൾ CCTV ദൃശ്യങ്ങൾ കാണുമ്പോൾ ഈ വാഹനം ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് വാഹനം ഒന്ന് ചെരിയുന്നു. പിന്നീട് സ്കിഡ് ചെയ്ത് എതിർവശത്ത് വന്ന KSRTC ബസ്സിലേക്ക് വലിയ ആഘാതത്തോടു കൂടി ഇടിക്കുകയായിരുന്നു. KSRTC ബസ് ഈ വാഹനം പാളി വരുന്നത് കണ്ട് ഒതുക്കി നിർത്താൻ പരമാവധി ശ്രമിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ 11 പേർ സഞ്ചരിച്ച പെട്ട അപകടത്തിൽ 5 പേർ മാത്രം ഇപ്പോൾ 5 പേർ അതീവ ദുഃഖമുള്ള ഇപ്പോൾ അപകടകരമായ സാഹചര്യത്തിൽ ഇവിടെ വിട്ടുപോകുന്ന ബാക്കിയുള്ള കുട്ടികൾ ചികിത്സയിലാണ്. ഇതിലൊരു വിദ്യാർത്ഥി മാത്രം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഷെയ്ൻ എന്ന വിദ്യാർത്ഥി. ഇവർക്ക് ഇന്നലെ അനാട്ടമി പരീക്ഷയായിരുന്നു. പരീക്ഷയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾ ചലച്ചിത്രം കാണുന്നതിന് വേണ്ടി ആലപ്പുഴയിലേക്ക് വണ്ടാനത്ത് നിന്ന് പുറപ്പെട്ടതാണ്. വാടകയ്ക്കെടുത്ത വാഹനമായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 14 വർഷം പഴക്കം ഉള്ള ഒരു വാഹനമായിരുന്നു. അതൊക്കെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടക്കുമെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അറിയിച്ചിട്ടുണ്ട്. റെന്റേക്കാർ എങ്ങനെ റെന്റേക്കാറിനെ സംബന്ധിച്ചും അതിൻ്റെ കാലപ്പഴക്കം സംബന്ധിച്ചും ഒക്കെ, കാരണം ഈ വാഹനത്തിൻ്റെ കുഴപ്പമുണ്ടായിരുന്നു എന്നുള്ള ആക്ഷേപങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ സമഗ്രമായ അന്വേഷണം ഉണ്ടാകുമെന്നുള്ളത് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം മറ്റൊന്ന് ഈ ആശുപത്രിയിൽ ചികിത്സയിലുള്ള വിദ്യാർത്ഥികളുടെ തുടർ ചികിത്സകൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ അബ്ദുൽ സലാമുമായി സംസാരിച്ചിട്ടുള്ള അദ്ദേഹം പറഞ്ഞത് മെഡിക്കൽ ബോർഡ് ഉടൻ ചേരും എന്നുള്ളതാണ്. ഇനി ഏതെങ്കിലും വിദ്യാർത്ഥിയെ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടതായി ഉണ്ടെങ്കിൽ അതടക്കമുള്ള കാര്യങ്ങൾ അവർ പരിഗണിക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം കൂടുതൽ സൗകര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ കാരണം 2 പേർക്ക് വളരെ ഗുരുതരമായ പരിക്കാണ് ഏറ്റിരുന്നത്. ആലപ്പുഴ എടത്വ സ്വദേശി ആൽവിൻ ജോർജും ഒപ്പം തന്നെ പോരുവഴി സ്വദേശി ആനന്ദും. അവർക്ക് 2 പേർക്കും ഗുരുതരമായ പരിക്കാണ് ഏറ്റിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് മറ്റെന്തെങ്കിലും സപ്പോർട്ടുകൾ ആവശ്യമുള്ള ആശുപത്രിയിലേക്ക് മാറ്റണമെങ്കിൽ അത് മാറ്റുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് മെഡിക്കൽ ബോർഡ് അല്പസമയത്തിനകം കൂടുമെന്നുള്ളതാണ്. എല്ലാ വിഭാഗം മേധാവിമാരും യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി നിർദ്ദേശം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നൽകിയിട്ടുണ്ട്. ആലപ്പുഴ TD മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ മറിയത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ അധ്യക്ഷതയിലാണ് യോഗം ചേരുക. ആരോഗ്യമന്ത്രി ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്.
എന്തായാലും രാവിലെ മന്ത്രി പി പ്രസാദ് വ്യക്തമാക്കിയത് എല്ലാ ചികിത്സാ സൗകര്യങ്ങളും വിദ്യാർത്ഥികൾക്കായി ഒരുക്കി നൽകുന്നുണ്ട് സർക്കാർ. അത്തരം കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ദീർഘനേരം അദ്ദേഹം ഡോക്ടർമാരുമായും വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കളുമായും വിദ്യാർത്ഥികളെ തന്നെയും നേരിൽ കയറി കാണുകയും ഒക്കെ ചെയ്തിരുന്നു. ആ ക്രമീകരണങ്ങളൊക്കെ ഇവിടെ ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ അവർ പലരും നമുക്കറിയാം എല്ലാ വിഭാഗം മേധാവിമാരായിട്ടുള്ള ഡോക്ടർമാരും ഒക്കെ അടുത്തിടപെടുന്ന വിദ്യാർത്ഥികളാണ്. അവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു കഠിന പ്രയത്നം ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും കീരിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാകും ഇത്രയും ദുഃഖകരമായ ഒരു സാഹചര്യത്തിലൂടെ ഈ മെഡിക്കൽ കോളേജ് കടന്നു പോയിട്ടുള്ളതെന്ന് സംശയമില്ലാതെ പറയാനാകും. കണ്ണീരോടെയാണ് ഓരോ സഹപാഠികളും അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് യാത്രാമൊഴി നൽകിയത്. ഒപ്പം അവർ വ്യക്തമാക്കുന്നതും അത്തരം കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഇന്നലെ അനാട്ടമി പരീക്ഷ കഴിഞ്ഞു. കുറച്ച് ദിവസങ്ങളായി പരീക്ഷയും അതിൻ്റെ സ്ട്രെസ്സുമാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷ കഴിഞ്ഞു. ഇന്ന് വിദ്യാലയങ്ങൾക്ക് അവധിയായിരുന്നു. അപ്പോൾ സിനിമ കാണുന്നതിന് വേണ്ടി അവർ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നു. അങ്ങനെ പുറപ്പെട്ട വിദ്യാർത്ഥികളാണ്. അതിൽ 2 പേർ ഇരുചക്ര വാഹനത്തിൽ പിന്തുടരുന്നുണ്ടായിരുന്നു. ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിയ വിദ്യാർത്ഥികൾ പറഞ്ഞത്, ആ ഇരുചക്ര വാഹനത്തിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളുമായി നമ്മൾ സംസാരിച്ചു. അവർ നമ്മളോട് പറഞ്ഞത് അപകടം നടന്ന സ്ഥലത്ത് വെച്ച് ഈ സഹപാഠികളായ ആളുകളെ തിരിച്ചറിയാൻ പോലും അവർക്ക് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അത്ര വലിയ ആഘാതമുണ്ടാക്കിയ ഒരു അപകടമായിരുന്നു അത് എന്നുള്ളതാണ്. ആ വാഹനം പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിലെ അവരുടെ ഡോറ്, അതായത് ഡ്രൈവിംഗ് സീറ്റിലെ ഡോറ്, ഡ്രൈവിംഗ് ഏരിയ അല്ല ഇടിച്ചത് ഇടത് ഭാഗം ചേർന്നുള്ള ഇടത് ഭാഗം വാഹനം വട്ടം വന്ന് ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടത് ഭാഗം ആണ് പൂർണ്ണമായി തകർന്നിട്ടുള്ളത്. അവിടെയുള്ള വിദ്യാർത്ഥികളാണ് ഈ മരണപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഷെയ്ൻ മറ്റു പരിക്കുകളൊന്നുമില്ല. ഏറ്റവും പിൻ സീറ്റിലിരുന്ന ആളാണ്. പക്ഷേ ഷെയ്ൻ വളരെയധികം ട്രോമയിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് അവൻ്റെ കൂട്ടുകാർക്ക് നമ്മളോട് വ്യക്തമാക്കിയത്. സംസാരിക്കാൻ പോലും കഴിയാത്തത്ര ആഘാതത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം രക്ഷകർത്താക്കൾ വിവരം പറഞ്ഞ വ്യക്തിയ രക്ഷകർത്താക്കളിൽ മാതാപിതാക്കൾ ചിലർ ആശുപത്രിയിൽ ട്രോമ കെയർ വിഭാഗത്തിലുണ്ട് എന്നുള്ള വിവരവുമൊക്കെ നമുക്ക് ലഭ്യമായി കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും അതീവ ദുഃഖകരമായ സാഹചര്യമാണ് മഞ്ജുഷയുടെ. ശരി, ശരണ്യ സ്നേഹത്തിനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ TD മെഡിക്കൽ കോളേജിലെ 5 MBBS വിദ്യാർത്ഥികളാണ് മരിച്ചത്. അവരുടെ പൊതുദർശനം പൂർത്തിയായിരിക്കുകയാണ്. മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയാണ് ഇപ്പോൾ. അമിതമായ വേഗതയും മഴയും വാഹനം ഓടിച്ചയാളുടെ പരിചയക്കുറവുമാണ് 5 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ദാരുണാന്ത്യത്തിന് കാരണമായത്. ഓവർലോഡും കാലപ്പഴക്കവും അപകടത്തിന്റെ വ്യാപ്തി കൂട്ടുകയായിരുന്നു.